ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്ഷൻ. Okay, in our previous classes we discussed about mutual induction. Today we are going to discuss about a new topic, that is self induction. For this we have consider a circuit. Consider a circuit which consists of a solenoid and which is connected with a battery and a switch, and also we connect a bulb in the circuit which have 3 watt power, and here we connect a battery which have 6 volt DC. Here we used battery. ഇവിടെ നമ്മൾ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടെ DC കറണ്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ആൻഡ് അനദർ സർക്യൂട്ട്, ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു സർക്യൂട്ടും കൂടെ കൺസിഡർ ചെയ്യുകയാണ്. ഈ സർക്യൂട്ടിലും സെയിം നമ്പർ ഓഫ് ടേൺസ് ആണ്. ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സോളിനോയിഡ് ഈസ് സെയിം ഇൻ ബോത്ത് കേസസ്. ആൻഡ് ഹിയർ വി കൺസിഡർ AC current, 6 volt AC. So here we connected a battery, but here there is AC current and a switch, and we connected a bulb of power 3 watt. Okay, അപ്പോൾ രണ്ട് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. രണ്ടിലും ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ. എന്താണ്? ഇവിടെ AC ആണ്, ഇവിടെ DC ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇവിടെ രണ്ട് സർക്യൂട്ടും സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്കറിയാം ദി ബൾബ് വിൽ ഗ്ലോ. ഈ ബൾബ് പ്രകാശിക്കും. ഓക്കെ, ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ബൾബുകളും ഗ്ലോ ചെയ്യും. പക്ഷേ അവിടെ ഈ സർക്യൂട്ടിൽ ബൾബിൻ്റെ ലൈറ്റ് വിച്ച് ഹാവ് ലെസ് ഇൻറ്റൻസിറ്റി, ഇവിടെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അതായത് ഇതിൻ്റെ ലൈറ്റ് ലോ ലൈറ്റ് ആയിരിക്കും, എന്നാൽ ഇവിടെ കുറച്ചും കൂടെ ഹൈ ഇൻറ്റൻസ്ഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച കാര്യം, അതായത് ഒരു ഗാൽവനോമീറ്ററുമായി സോളിനോയിഡ് കണക്ട് ചെയ്ത്, പിന്നെ അതുപോലെ ഒരു മാഗ്നറ്റ്. വെൻ ദി മാഗ്നറ്റ് മൂവ് ഇൻ ടു ദി സോളിനോയിഡ് ആൻഡ് മൂവ് അവേ ഫ്രം ദി സോളിനോയിഡ്, ദി ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഒരു ബാറ്ററിയാണ്. ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇങ്ങനെ ഒരേ യൂണിഫോം ആയിട്ടുള്ള സ്റ്റഡി കറണ്ടാണ് ബാറ്ററിയിൽ നിന്ന്. എന്നാൽ AC-യിൽ നിന്നുള്ള കറണ്ടോ? AC-യിൽ നിന്നുള്ള കറണ്ട് നമ്മൾ പഠിച്ചതാണ് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ ഓൾട്ടർനേറ്റ്ലി ആൻഡ് ഓൾസോ വിച്ച് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പൾസേറ്റിംഗ് കറണ്ടാണ്. 0, മാക്സിമം 0 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം കറണ്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതൊരു മാഗ്നറ്റായി മാറും. വെൻ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ ഇറ്റ് ബിക്കംസ് എ മാഗ്നറ്റ്. അതായത് ഈ സോളിനോയിഡ് ഇതൊരു മാഗ്നറ്റായി മാറും. ബട്ട് ദി മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് വേരീസ്. ഇവിടെ യൂണിഫോം കറണ്ട് ആയതുകൊണ്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കുന്നില്ല? ഒരു ചേഞ്ച്, ഒരു വേരിയേഷൻ ഒന്നും വരുന്നില്ല. ബട്ട് ഇൻ ദി സെക്കൻഡ് സർക്യൂട്ട് ദർ ഈസ് AC കറണ്ട് ഫ്ലോസ് ത്രൂ ദി സോളിനോയിഡ്. ഈ സോളിനോയിഡിലൂടെ AC കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ വെൻ കറണ്ട് പാസസ് ത്രൂ ദി സോളിനോയിഡ് ഇറ്റ് ബിക്കംസ് എ മാഗ്നറ്റ്. ഇതൊരു മാഗ്നറ്റായി മാറും. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ദി സെക്കൻഡ് സർക്യൂട്ട് ഫ്രം ദി ഫസ്റ്റ് സർക്യൂട്ട്, ദാറ്റ് ഈസ് ദി AC കറണ്ട് പാസസ് ത്രൂ ദി സെക്കൻഡ് സർക്യൂട്ട്. AC കറണ്ടാണ്, വേരിയിങ് കറണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആവുമ്പോൾ ഇവിടെ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ കോയിലുമായി ലിങ്ക് ചെയ്ത
മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും, ഇവിടെ ഒരു EMF ഉണ്ടാവും, ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതേപോലെ ഇതിലൂടെ വേരിങ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിലുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് വരും. ഇവിടെ ആ ഫ്ലക്സിന് ചേഞ്ച് ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ ഇവിടെ ഫ്ലക്സിന് ചേഞ്ച് വരും. സോ ദർ വിൽ ബി ആൻ EMF ഇൻഡ്യൂസ് ഇൻ ദി സോളിനോയിഡ്. ഓക്കെ, ആ EMFന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് EMF. ബാക്ക് EMF. ഓക്കെ, ആൻഡ് ഹിയർ വി ഹാവ് ആൻ അപ്ലൈഡ് വോൾട്ടേജ് ദാറ്റ് ഈസ് 6 വോൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 6 വോൾട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ബാക്ക് EMF ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, which means the back EMF, that means which is in the opposite direction of applied voltage. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന 6 വോൾട്ടേജ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ ബാക്ക് EMF ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇവിടെ 6 വോൾട്ട്, ഇവിടെ ഒരു ബാക്ക് EMF ഒരു 2 വോൾട്ട് ആണെന്ന് കരുതുക. അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 6 + 2 എന്ന് പറയുമ്പോൾ ഇത് ബാക്ക് EMF ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മളിതിന് മൈനസ് കൊടുക്കും. അതായത് 6 - 2 മീൻസ് 4. അതായത് ഇവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 4 വോൾട്ട് മാത്രമേ ഈ സർക്യൂട്ടിൽ വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ബാക്ക് EMF ഉണ്ടാകുന്നില്ല, കാരണം ഇവിടെ എന്താണ്, DC കറണ്ടാണ്. DC ആകുമ്പോൾ ഇവിടെ ഫ്ലക്സിന് ചേഞ്ച് വരുന്നില്ല, അപ്പോൾ ബാക്ക് EMF ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ 6 വോൾട്ട് തന്നെയാണ് ഈ ബൾബിലേക്ക് എത്തുക. എന്നാൽ ഇവിടെ ഈ 6ൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ട് ബാക്കി 4 മാത്രമേ ബൾബിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വിൽ ബി ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഈ ഫിനോമിനൊക്കെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഫിനോമിന ഓഫ് പ്രൊഡ്യൂസിങ് ബാക്ക് EMF. പ്രൊഡ്യൂസിങ് ബാക്ക് EMF in a solenoid or in a coil when varying current that means AC. When varying current എന്നാൽ AC ആണ്. when varying current passes through it. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ആ പ്രത്യേകത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ റിസൾട്ടൻ്റ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും, അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദി ഫിനോമിന ഓഫ് പ്രൊഡ്യൂസിങ് എ ബാക്ക് EMF ഇൻ എ കോയിൽ ഡ്യൂ ടു ദി AC കറണ്ട് ഫ്ലോ ത്രൂ ദി കോയിൽ, ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമ്മളിവിടെ ഇതാ ഈ സോളിനോയിഡിന് പകരം ഇവിടെ നമ്മൾ ആ സോളിനോയിഡ് തന്നെ നേരെ ഒരു കമ്പിയാക്കിയിട്ട് ഒരു വയറാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബാക്ക് EMF ഉണ്ടാവില്ല. ബാക്ക് EMF ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണോ ആ കമ്പി ഒരു സോളിനോയിഡാക്കി മാറ്റി തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി വെൻ I want to insert soft iron. We know that what is mean by soft iron. സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പച്ചിരുമ്പ്. മാഗ്നറ്റിക് ഫീൽഡിനെ നന്നായിട്ട് പാസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് അയൺ. അപ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ് അയൺ ഇൻസേർട്ട് ചെയ്താൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? സോഫ്റ്റ് അയൺ കൂടി ഒരു മാഗ്നറ്റായി മാറും. സോ ദർ വിൽ ബി എ ഹൈ ഇൻറ്റൻസ്ഡ് വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഫോംഡ് ഹിയർ. അതായത് ഇവിടെ ഒരു ശക്തി കൂടിയ മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും ഉണ്ടാവുക. വേരിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന EMF ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 2 വോൾട്ടിന് പകരം ചിലപ്പോൾ എന്ത് ചെയ്യാം, 3 വോൾട്ടായി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്തായിരിക്കും? 6 - 3 എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് വോൾട്ടേജ് എഗെയിൻ ഡിക്രീസ്ഡ്. റിസൾട്ടൻ്റ് വോൾട്ടേജ് വീണ്ടും ഡിക്രീസ് ചെയ്തു. സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്തായി? റിസൾട്ടൻ്റ് വോൾട്ടേജ് വീണ്ടും ഡിക്രീസ് ചെയ്തു. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി സോഫ്റ്റ് അയൺ കോർ ഇവിടുന്ന് റിമൂവ് ചെയ്താലോ? അപ്പോൾ ഇവിടുത്തെ ബാക്ക് EMF വീണ്ടും എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. 2 വോൾട്ടേജ് ആയിട്ട് ഡിക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ എന്തായി? റിസൾട്ടൻ്റ് വോൾട്ടേജ് നേരത്തെ 6 - 3 ആയിരുന്നു, അതെന്തായി? 6 - 2 4 ഇൻക്രീസ് ചെയ്തു. ബൾബിൻ്റെ ലൈറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവാൻ കാരണം ഇതാ ഇവിടെ ഒരു കോയിലാണ് അല്ലേ? ഒരു കോയിലാണ് സോളിനോയിഡ്. അതായത് എ കോയിൽ വിച്ച് എ കണ്ടക്ടർ വിച്ച് ഫോംസ് ഇൻ ഹെലിക്കൽ ഷേപ്പ്. ഹെലിക്കൽ ഷേപ്പിലാണ്. ഹെലിക്കൽ ഷേപ്പ്
സ്പ്രിങ്ങിൻ്റെ ഒക്കെ ആകൃതിയിൽ എലിക്കൽ ഷേപ്പിൽ ഒരു കണ്ടക്ടർ മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സോളിനോയിഡ് എന്ന് പറയും. എന്നാൽ ഇങ്ങനെയുള്ള സർക്യൂട്ടിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻഡക്റ്റർ എന്നാണ്. ഇൻഡക്റ്റർ. സോ വാട്ട് ഈസ് ദി യൂസ് ഓഫ് ഇൻഡക്റ്റർ? ഇൻഡക്റ്റർ എന്തിനായിരിക്കും യൂസ് ചെയ്യുക? ഇവിടെ നമ്മൾക്ക് എന്താണ് സാധാ പോലെ തന്നെ അല്ലേ, ഇവിടെ നമ്മൾ ഇവിടെ സാധാ പോലെയുള്ള ഒരു കോപ്പർ വയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബൾബിൻ്റെ ലൈറ്റ് സാധാ പോലെ നോർമലായിട്ടായിരിക്കും. ഇനി നമ്മൾക്ക് ഇവിടെ ഇതിലേക്ക് വരുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതായത് ടു റെഡ്യൂസ് ദി കറണ്ട് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഈ വയർ ഒരു സോളിനോയിഡാക്കി മാറ്റുക. അപ്പോൾ നമ്മൾക്ക് എന്തായി ഇവിടേക്ക് വരുന്ന കറണ്ടിനെ നമ്മൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡിവൈസുകൾ പറയുന്നതാണ് ഇൻഡക്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോളിനോയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റർ. അപ്പോൾ ഇൻഡക്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി വോൾട്ടേജ് ഇൻ എ സി സർക്യൂട്ട്. ദാറ്റ് ഓൺലി അപ്ലിക്കബിൾ ഇൻ എ സി സർക്യൂട്ട്. എ സി സർക്യൂട്ടിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡി സി സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ ഒരിക്കലും നമ്മൾക്ക് ഇൻഡക്ടർ യൂസ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഡി സി ഈസ് യൂണിഫോം കറണ്ട്, സോ ദർ വിൽ ബി നോ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടാവില്ല? ഡി സി സർക്യൂട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡക്ടർ എവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? എ സി സർക്യൂട്ടിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡി സി സർക്യൂട്ടിലൊക്കെ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഡിവൈസ് ഉണ്ട്. ദാറ്റ് ഈസ് റെസിസ്റ്റർ. നമുക്ക് ഡി സിയിലും എ സിയിലൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ദർ ഈസ് എ ഡ്രോബാക്ക്, ദർ ഈസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഫോർ റെസിസ്റ്റർ. ദാറ്റ് ഈസ് ദി എനർജി ലോസ്, ഇലക്ട്രിക്കൽ എനർജി വിച്ച് ലോസസ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. എനർജി ലോസ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് വായിച്ച് നോക്കാം. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് അനദർ ഡിവൈസ് ദാറ്റ് ഈസ് നോൺ ആസ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. In the second chapter we studied about the moving coil loudspeaker. In moving coil loudspeaker we can convert electrical energy into sound energy. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. അതിൻ്റെ നേരെ റിവേഴ്സ് ആണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ. സോ മൂവിങ് കോയിൽ മൈക്രോഫോൺ വിച്ച് വർക്ക്സ് അണ്ടർ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്ക് അല്ലേ, നമ്മുടെ സ്കൂളുകളിലൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പാട്ട് പാടാനും പ്രസംഗിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ മൈക്ക്, അതാണ് മൈക്രോഫോൺ. സോ ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് മൂവിങ് കോയിൽ മൈക്രോഫോൺ. In moving coil microphone there is a magnet which have north pole and south pole. North pole and south pole are a magnet. On the magnet there is a copper wire which wound on the magnet. അപ്പോൾ ഇവിടെ ആദ്യം എന്തുണ്ട്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്. ഈ പെർമനൻറ്റ് magnet which have north pole and south pole, and on the magnet there is a voice coil. ഓക്കെ, ഒരു ചെമ്പ് കമ്പി അതിൻ്റെ മുകളിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ വോയിസ് കോയിലിൻ്റെ ഇതിൻ്റെ ഒരെൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്, അതേപോലെ മറ്റേ എൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, രണ്ട് എൻഡുകളുണ്ട്. ഓക്കെ, ആൻഡ് എ ഡയഫ്രം, ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ട്, ഒരു ഡയഫ്രം മീൻസ് ഒരു പേപ്പർ കോൺ അല്ലെ, അതായത് ഒരു കട്ടിയുള്ള പേപ്പർ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു പേപ്പർ ഇതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റ്, വോയിസ് കോയിൽ ആൻഡ് ഡയഫ്രം. In the case of loudspeaker also there will be a voice coil, permanent magnet and diaphragm. അപ്പോൾ രണ്ടിൻ്റെ സ്ട്രക്ചർ ഏകദേശം സെയിം ആണ്. ഇനി ഇവിടെയുള്ള ഡിഫറൻസ് നോക്കുക. വെൻ സൗണ്ട് വേവ്സ്, നമ്മൾ സാധാരണ മൈക്കിൻ്റെ മുന്നിൽ എന്ത് ചെയ്യുക, പാട്ട് പാടും അല്ലെങ്കിൽ പ്രസംഗിക്കും. അപ്പോൾ സൗണ്ട് എന്ത് ചെയ്യും, സൗണ്ട് വേവ്സ് ഇൻസിഡൻറ്റ്
ഓൺ ദി ഡയഫ്രം. മൈക്കിൻ്റെ മുന്നിൽ പാട്ട് പാടുമ്പോൾ ആ ഡയഫ്രത്തിൽ സൗണ്ട് തട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് എ മൂവബിൾ ഡയഫ്രം. ഇതൊരു മൂവബിൾ ഡയഫ്രമാണ്. വെൻ ഡയഫ്രം വൈബ്രേറ്റ്സ്, ദി വോയിസ് കോയിൽ അറ്റാച്ച്ഡ് ടു ദി ഡയഫ്രം വിച്ച് വിൽ വൈബ്രേറ്റ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ മുകളിൽ, നോർത്ത് പോളും സൗത്ത് പോളും ഒരു മാഗ്നറ്റിൻ്റെ മുകളിലാണ് ഈ വോയിസ് കോയിൽ ഉള്ളത്. അപ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രത്തിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള, അതിനോട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഒരു കോയിലും ഒരു മാഗ്നറ്റും, അതിൽ അവിടെ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഇവിടെ എന്തുണ്ടാവും, ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാവും, ഇലക്ട്രിക് സിഗ്നൽ. സോ ഇൻ മൂവിങ് കോയിൽ മൈക്രോഫോൺ സൗണ്ട് എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതാണ് മൈക്രോഫോണിൻ്റെ വർക്കിംഗ്. അതായത് വെൻ സൗണ്ട് വേവ്സ് ഇൻസിഡൻറ്റ് ഓൺ ദി diaphragm, it vibrates. Due to this, the voice coil which is attached to the diaphragm vibrates in the magnetic field. As a result, an EMF or an electricity induced in the voice coil. അപ്പോൾ ഇതാണ് വർക്കിംഗ്. ഈ വർക്കിംഗ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ ആ വർക്കിംഗ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എനർജി കൺവേർഷൻ, സൗണ്ട് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്നുള്ള ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇത്രയാണ് നമുക്ക് മൂവിങ് കോയിൽ മൈക്രോഫോണുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.